നഴ്സുമാരുടെ സമരം അന്യായമാണെന്ന് സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് അസോസിയേഷൻ പ്രതികരിച്ചു. ചികിത്സയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ജീവഹാനി ഉണ്ടായാൽ ഉത്തരവാദിത്തം അവർക്കാണ്. 14 ദിവസത്തെ നോട്ടീസ് നൽകി മാത്രമേ സമരം ചെയ്യുകയുള്ളൂ എന്ന നേരത്തെയുള്ള ധാരണ തിരിച്ചുവെന്നും അസോസിയേഷന്റെ ആരോപണം. മിനിമം ശമ്പളം വർദ്ധിപ്പിക്കേണ്ടത് സർക്കാരാണെന്നും സംഘടന പറഞ്ഞു. മാന്യമായ വേതനം എന്ന് പറയുമ്പോൾ മിനിമം വേതനത്തിന്റെ എത്രയോ മുകളിലായിക്കൊണ്ട് ഇന്ന് തന്നെ നഴ്സിംഗ് മേഖലയിൽ സാലറി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. മിനിമം വേതനം പുതുക്കേണ്ടത് ഇപ്പോൾ സർക്കാർ പുറത്തിറക്കിയ കരണ്ട് രൂപത്തിൽ തന്നെ 28,000 രൂപ സ്റ്റാർട്ടിങ്ങിൽ പറയുന്നത്. അത് 800 ബെഡിന് മുകളിൽ 40,000 രൂപ വരുന്നുണ്ട്. അതിന്റെ ഘടകങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് സർക്കാർ ഫൈനൽ ഓർഡറായി വരുമ്പോൾ ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. ഇത്ര മിനിമം വേതനം കൊടുക്കണം എന്ന് പറഞ്ഞാൽ കൊടുക്കാത്ത സ്ഥാപനങ്ങൾക്കിടെ നടപടിക്കാനുള്ള അധികാരവും സർക്കാരിനുണ്ട്. അത് ചെയ്തു. അതിനെ ആശുപത്രികളിൽ സമരം ചെയ്ത് ഈ രോഗികളെ ബുദ്ധിമുട്ടിക്കലാക്കാൻ അല്ലല്ലോ അതിന്റെ പരിഹാരം. ആക്ടും റൂളും അനുസരിച്ചുകൊണ്ട് 14 ദിവസത്തെ നോട്ടീസെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് അവർ തരേണ്ടതുണ്ട്. അതിന് പോലും നിന്നിട്ടില്ല. അതിലും 1 ഡേ സ്ട്രൈക്കാണ് പറഞ്ഞിരുന്നത്. അനിശ്ചിതകാല സൂചനയില്ല.